ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ വരും, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ പറ്റി സംസാരിക്കുക എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊട്ട് ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതെങ്ങനെ വരും നോക്കാം. ആദ്യം ജോർജ് എന്ന് പറഞ്ഞ ഒരാള് ചോദിക്കാണ്, ഷുഡ് വി ടേക്ക് എ ടാക്സി ഓർ എ ബസ് ടു ദി മോൾ? മോളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ പിടിക്കണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ കൈലാഷ് എന്ന് പറഞ്ഞ ആൾ പറയാണ്, ലെറ്റ്സ് ടേക്ക് എ ബസ്, ഇറ്റ്സ് എ ഇംപോസിബിൾ ടു ഗെറ്റ് എ ടാക്സി ഡ്യൂറിങ് റഷ് അവർ. നമുക്ക് ബസ് പിടിച്ച് പോവാം, അതായത് നമുക്ക് ടാക്സി തിരക്കുള്ള സമയത്ത് നമുക്ക് ടാക്സി പിടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയാണ്. ജോർജ്, ഇസന്റ് ഇറ്റ് ദാറ്റ് എ ബസ് സ്റ്റോപ്പ് ഓവർ ദർ? അപ്പൊ ജോർജ് പറഞ്ഞു, ഇത് അവിടെ കാണുന്നത് ബസ് സ്റ്റോപ്പ് ആണോ എന്ന് ചോദിക്കാണ്. കൈലാഷ് പറയാണ്, യെസ്, ഹോ ദേഴ്സ് എ ബസ് നൗ, വി ഹാവ് ടു റിട്ടേൺ ടു ക്യാച്ച് ഇറ്റ്. കൈലാഷ് പറയാണ്, യെസ് ശരിയാ, there is a bus now, ഇപ്പൊ അവിടെ ഒരു ബസ് ഉണ്ട്, we have to run to catch that. നമുക്ക് ഓടണം, ബസ് പിടിക്കുന്നെങ്കിൽ നമുക്ക് ഓടണം എന്ന് പറയാണ്. അപ്പൊ ജോർജ് പറയാണ്, ഹോ നോ വി ജസ്റ്റ് മിസ്ഡ് ഇറ്റ്. അപ്പൊ ജോർജ്, ഹോ നോ വി ജസ്റ്റ്, ഓ ചേ ബസ് മിസ്സായി നമ്മൾ പറയത്തില്ല, ഓ ബസ് മിസ്സായി എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ അതാണ് ഓ ബസ് മിസ്സായി എന്ന് പറയുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത ഓക്കെ, കൈലാഷ് പറയാണ്, നോ പ്രോബ്ലം, there will be another one in 10 minutes. കൈലാഷ് പറയുന്നു, ഓ വിഷമിക്കണ്ട, ഇനി 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ബസ് വരും എന്ന് പറയാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ പറ്റി സംസാരിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും നമ്മളിപ്പോ ട്രാൻസ്പോർട്ടേഷൻ എന്തിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും ഗ്രാമറിന്റെ ക്ലാസ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ അപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.